മധുരമില്ലാത്ത പായസം പോലെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ മകന് പനി പിടിച്ചിരിക്കുകയാണ്. പനി എന്ന് പറഞ്ഞാൽ വെറുതെ ചൂടൊന്നുമില്ല, ചെറിയൊരു ജലദോഷം പോലെ വന്നതാണ്, മൂക്കൊലി പോലെ. അതിനെ കട്ടിയായിട്ട് ഇപ്പോൾ അവന് ശ്വാസം വിടാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മരുന്നൊക്കെ ഇട്ടിച്ചു കൊടുക്കുമായിരുന്നു, പനിയുടെ മരുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പനി എന്നിൽ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ്റെ 2 ദിവസം മുമ്പ് അവന് ചോറുടുപ്പ് നടത്തിയായിരുന്നു. ആ സമയത്ത് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു, പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ നിന്ന് കിട്ടിയെന്നാണ് അവന് തോന്നുന്നത്. ഞാൻ എന്തായാലും അവനെ കാണിച്ചു തരാം. നല്ല ക്ഷീണമുണ്ട്, വയ്യ കുഞ്ഞിന്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, വെറുതെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പം നിങ്ങൾ ചോറോടത്തിൻ്റെ വീഡിയോ പോയി കണ്ടിട്ടു. വലിയ ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ചടങ്ങ് പോലെ നടത്തിയുള്ളൂ, വീട്ടിൽ വെച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പം നിങ്ങൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, അത് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്കിനും ഞാൻ അവനെ റെഡിയാക്കി സെറ്റായിട്ട് വരാം. നമുക്ക് പശ കുടിച്ചാം. ചിരിയും കരച്ചിലും ഒരു ഇതും കൂടെ കഴിച്ചോ. വേണോ നിക്ക് വേണോ ആ അത് വേണം. എന്താ സാധനം? ശരി ശരിയാ വേണോ? ഇപ്പൊ കൊടുക്കത്തില്ല അവയെ. വേണോ? നല്ല പഠിച്ചു. നിങ്ങളെല്ലാരും കണ്ടോളൂ, നമ്മുടെ ചോറ് വെക്കാൻ പോവാണ്. പായസം കുടിക്കാൻ പോവാ. ചോറിന്റെ പായസല്ലേ കൊടുക്കുന്നേ. നമ്മുടെ ചോറ് തന്നതുമില്ല എങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മള് ചോറ് കഴിച്ചു. അവ ഇപ്പൊ എല്ലാവർക്കും കുടിച്ചു തീർക്കും. ഞാനെങ്കിലും കൊടുക്കുന്നുണ്ടോ? മമ്മ കൈ കൊണ്ട് ഓടുമ്മ. അവന് കിട്ടിയില്ല. അയ്യേ തന്നില്ല, ചോറ് തന്നില്ല. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നപ്പോ അവനൊരു ശരിയായോ? വക്കം ഹോമല്ലേടാ. ഹലോ ഹലോ, സേവാട്ട് എവിടെ നോക്കടാ. അങ്ങോട്ട്
അവൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. സ്ഥിരമായിട്ട് എന്റെ ഇക്ക എത്ര വട്ടം പറഞ്ഞെന്നറിയാമോ വണ്ടി ഓട്ടിക്കാൻ, എന്നാലും ഞാൻ വണ്ടി ഓട്ടിക്കൂലായിരുന്നു. അടി ഇടി ചീത്തവിളിയൊക്കെ കേട്ടിട്ടുണ്ട്. തെന്മല പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഏതോ ഒരു ലോറിക്കാരനെ തേരിയിൽ കൊണ്ട് ലോറിക്കാരന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. അയാളെ ചീത്ത വിളിക്കാത്ത എന്റെ ഭാഗ്യം. ചെക്കിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത്. രാത്രിയാണ് പോയത്. വെറുതെ 4-5 ഗിയർ മാറി ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരിക്കാനല്ലേ. അതെ, അതൊന്നും പഠിപ്പല്ല. ഇത് ഞാൻ റോഡിൽ പഠിക്കണം. ലൈസൻസ് ഉണ്ട്, ഒരു കാര്യമില്ല. വെറുതെ എടുത്തു വെച്ചിരിക്കുക. വണ്ടി ഓട്ടിക്കൂല, സ്വന്തമായിട്ട് വീട്ടിൽ കാറ് വരെ കിടപ്പുണ്ട്, എന്നാലും പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആരെങ്കിലും ഓട്ടിക്കാത്തത്. നിസാം എത്ര വണ്ടി എടുത്ത് ഓട്ടി എനിക്കും പേടിയാണ്. ഞാൻ സ്വന്തമായിട്ടാണെങ്കിൽ ഓട്ടിക്കും. വേറെ ആരെ ഇരുത്തി വേറെ ഒരു വണ്ടി എനിക്ക് പരീക്ഷണത്തിന് മുതലാളിക്കും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് ലൈസൻസ് എടുത്തതാണ്. സ്കൂളിൽ ആകെ 2 ആഴ്ച പോയുള്ളൂ. എന്നിട്ട് ഞാൻ പൈസ മുക്കി വാങ്ങി. അത് പഠിച്ച് എന്തരടാ മണ്ടയില് ആരാ അവിടെ, ആര് ബില്ലി എവിടെ? ഇതിലല്ലേ വരുന്നത്. നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതാ പോനി. അടങ്ങിയിരിക്കുന്നുണ്ടോ നീ? അടങ്ങിയില്ലെങ്കിൽ നിന്നെ പോലീസിനെ പിടിച്ചു നോക്കും. പോലീസിനെ പിടിച്ചു കൊടുക്കും. പോലീസിനെ പിടിച്ചു കൊടുക്കും. അടങ്ങിയില്ലെങ്കിൽ പോലീസിനെ പിടിച്ചു കൊടുക്കും. ശിവ അങ്ങോട്ട് ഡോക്ടറിനെ കണ്ടേ, ഡോക്ടർ മരുന്ന് തന്നേ. മരുന്ന് പൂച്ചോ പൊന്നെ ടെറ നോക്കണം. ടെറർ ലുക്കാണല്ലോ. അവധി ഓ ഭയങ്കര കാറ്റ്. മമ്മി എവിടെ? മമ്മ എവിടെ? അടി കിട്ടും നിനക്ക്, അടി കിട്ടും നിനക്ക്. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോടാ? തല്ലടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോടാ? ഭയങ്കര കാര്യം പറച്ചില്ല. എല്ലാരും കാണട്ടെ, ചെറുക്കൻ വായിൽ വരലിടണം. എല്ലാരും കാണട്ടെ. അച്ഛേ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ ഇതേത് ഭാഷ? റംബുട്ടാൻ പൂത്തു. തോനെയുണ്ട്, അപ്പുറത്തെ സൈഡിലും തോനെയുണ്ട്. ഇവിടെ നെറ്റിട്ട് വെച്ചിരിക്കുക. റോട്ടിൽ കൂടെ ആരെങ്കിലുമൊക്കെ പറിച്ചോണ്ട് പോകും.
നല്ല കാറ്റും മഴയും പറഞ്ഞു. എവിടെയൊക്കെ കവറിടാൻ കവറില്ല. കവർ നോക്കിയപ്പോൾ കവറിലാൻ തീർന്നു. കവർ വിട്ടേക്കണം, അല്ലെങ്കിൽ മൊത്തം അവ്വാല അടിച്ചോണ്ട് പോകും. ഓഹോ, കുരു മാത്രമായിട്ട് വന്നു. ബദാങ്ങനെ പോലുണ്ട് ഈ കുരു. കുക്കു ശിവാനി, ശിവാനി, ശിവാനി. ആശുപത്രിയിലൊക്കെ പോയി മൈനൊക്കെ കുച്ച്. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആയോ കുഞ്ഞ്? കുഞ്ഞ് ഓക്കെ ആയോ എന്ന്? അവന് മൈൻഡില്ല. ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.